തിരുവനന്തപുരം നഗരത്തിന്റെ അമരത്തേക്ക് അധ്യക്ഷയായി തെരഞ്ഞെടുത്ത വി പ്രിയദർശിനി 24-നൊപ്പം ചേരുകയാണ്. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് ഈ ചുമതല ഏറ്റതിന് ശേഷം ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലയിലെ ആകെ സമഗ്രമായ വികസനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ ഏറ്റെടുത്ത് നടക്കുവാൻ, നിയമാനുസരണം നടത്തുവാൻ സാധ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് മനസ്സിലുള്ള പ്രതീക്ഷ. നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതൊരു അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധി വന്നാലും കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കായിരിക്കും പ്രാമുഖ്യം നൽകുക. മേഡത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇടപെടലായിരിക്കും ഉണ്ടാവുക? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു അംഗമായിരുന്നു ഞാൻ. ആ കാലഘട്ടത്തിലും ആസൂത്രണ സമിതിയുടെ തന്നെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നം കുട്ടികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ഇന്ന് നേരിടുന്ന വിഷയങ്ങളാണ്. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളാണ് 73 സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്നുണ്ട്. ആ സ്കൂളുകൾ വഴി തന്നെ കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണത്തിനും അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും ലഹരി പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനായി ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടാമതാണ് വിജയിച്ചെത്തിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം കൂടിയാണ്. കാരണം ഇതുവരെയും ജില്ലാ പഞ്ചായത്ത് കണ്ടിട്ടില്ലാത്തൊരു പ്രതിപക്ഷം കൂടിയാണ് അംഗസംഖ്യയിലടക്കം ഇപ്പോഴുള്ളത്. എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു ധാരണ ഇല്ല. കാരണം പഞ്ചായത്ത് രാജ് അനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷ ഭരണപക്ഷമില്ല, ഭരണസമിതിയാണുള്ളത്. അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഭരണപക്ഷ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഭരണകക്ഷിക്കോ പക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ പ്രത്യേകമായ ഒരു സംവിധാനം ഏർപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലയിലെ മുഴുവൻ സംവിധാനങ്ങളെയും ഒരുമിച്ച് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. വളരെയധികം നന്ദി. ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.